അപ്പോൾ കേസ് നമ്മൾ ട്രോളി ബാഗിൻ്റെ വീഡിയോ ആണ് ഇടുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കറിയില്ല ട്രോളി ബാഗ് ഉണ്ടാക്കുന്ന സമയത്ത് കുറേ സാധനങ്ങൾ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നട്ട്സ് പറഞ്ഞിട്ടുണ്ട്, ചോക്ലേറ്റ്, ഹെഡ്സെറ്റ്, പാൻറ്, ഷർട്ട്, ഫ്ലവർ, പിന്നെ ബിസ്ക്കറ്റ്, അലുവ, വാച്ച്, പെർഫ്യൂം, ലോഷന്, പിന്നെ ഒരു കേക്ക്, അങ്ങനെ കുറേ ഐറ്റംസുകൾ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ട്രോളി ബാഗ് വെക്കുന്ന സമയത്ത് തന്നെ കുറച്ച് സാധനം അങ്ങോട്ട് വെച്ച് ഇങ്ങോട്ട് വെച്ച് അവിടുന്ന് മാറ്റി ഇവിടെ മാറ്റി അങ്ങനെയൊക്കെയാണ് നമ്മൾ സെറ്റ് ചെയ്യാറെന്ന് പറയുമ്പോൾ പിന്നെ അവസാനം എന്തായാലും ഫൈനൽ ലുക്ക് ഓക്കെ ആയിട്ട് വരാറുണ്ട്. കസ്റ്റമറിന് എല്ലാവർക്കും ഇഷ്ടപ്പെടാറുണ്ട്. പിന്നെ നമ്മളെ അടുത്ത് വീഡിയോ നല്ല രീതിക്ക് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് കസ്റ്റമർ വരാറുള്ളത്. അപ്പോൾ നമ്മൾ പരമാവധി അവർക്ക് നോക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോൻ്റെ ഒരു ഫീഡ്ബാക്കും ജസ്റ്റ് നോക്കുകൊണ്ടല്ലേ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ സാറ്റിസ്ഫാക്ഷന്. അത് ദുൽഖർ സൽമാൻ പറഞ്ഞമായി. ദുൽഖർ സൽമാൻ എന്താ പറഞ്ഞു നോക്കാൻ വേണ്ടി നിങ്ങൾ ലാസ്റ്റ് വീഡിയോ വരെ കാണേട്ടാ. എഡിറ്റ് ചെയ്തതുണ്ടല്ലോ, ആ സോങ് എഡിറ്റ് ചെയ്ത വീഡിയോ ആക്കി തന്നപ്പോഴുണ്ടല്ലോ, എൻ്റെ പൊന്നു അതിൻ്റെ ഭംഗി വേറെ തന്നെ കേട്ടാ. എന്ത് രസമാണ് കാണാനായിട്ട്, എന്തൊരു രസമാണ് കാണാനായിട്ട്. ശരിക്കും നമ്മളെന്നല്ല മറ്റേത് എഡിറ്റ് ചെയ്യുന്നതിനേക്കാളും മുമ്പ് നമ്മൾ കണ്ടിട്ട് നമ്മളങ്ങനെ പോകില്ല. പക്ഷെ എഡിറ്റ് ചെയ്തതിന് ശേഷം ആ സോങ് ഉണ്ടല്ലോ, വല്ലാത്തൊരു ഫീലിംഗ് കിട്ടോ. എന്ത് രസം നിങ്ങൾ സമ്മതിച്ചിരിക്കട്ടെ. താങ്ക്സ് മൊത്തേ, താങ്ക് യു. ഇത്രയും ഭംഗിയായിട്ട് ഇത്രയും രസമായിട്ട് ചെയ്തു തന്നതിന് ഒരുപാട് താങ്ക്സ്. മനസ്സ് നിറഞ്ഞ് താങ്ക്സ് പറയുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അവൻ്റെ ആ ഒരു എന്താ സർപ്രൈസ് ഗിഫ്റ്റ് നമുക്ക് കൊടുക്കുമ്പോഴുള്ള ആ ഒരു നമ്മുടെ ഒരു ആ ഫീലിംഗ് ഉണ്ടല്ലോ, അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണ് നിറഞ്ഞു പോയി. സത്യം. എനിക്ക് അവനക്കും ഭയങ്കര ഒരു, അവൻ തന്നെ പറയാ എൻ്റെ ജീവിതത്തിൽ മറക്കാനാവാത്ത ഒരു അനുഭവമാണ് എനിക്ക് കിട്ടിയേക്കണേന്ന്. അത് ഭയങ്കര ഒരു ഫീലിംഗ് ആയിപ്പോയി. താങ്ക് യു. നിങ്ങളുടെ ആ ഒരു എഫർട്ടിന് ഒരുപാട് നന്ദി, ഒരുപാട് നന്ദി. താങ്ക് യു, താങ്ക് യു, താങ്ക് യു. മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് ഇടിച്ചു കയറിയിട്ട് നമ്മൾ ചില സർപ്രൈസ് കൊടുക്കുമ്പോൾ അവരെ കണ്ണിലുണ്ടാകുന്ന പ്രകാശമുണ്ട്. അതിന്റെ ഒരു രസത്തിലും ത്രില്ലൊക്കെ നമ്മളിങ്ങനെ ജീവിച്ചു പോകുന്നത്. കൂടുതലായിട്ട് ആരെങ്കിലും എന്തെങ്കിലും നമ്മുടെ അടുത്തുനിന്ന് പ്രതീക്ഷിച്ചു പോയാൽ അത് ചിലപ്പോൾ കുഴപ്പത്തില്ല.